ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഞാൻ ഒരു A3 ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ 3 സൈഡൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതേപോലെ ഞാൻ ഫ്രണ്ട് സൈഡിലൊരു ക്രിസ്മസ് തീമിലുള്ള പിക്ചർ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് സൈഡിലോട്ട് 3 സർക്കിൾസ് വരച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി എന്ന് എഴുതി കൊടുക്കും. ഇനി ഇതേപോലെ സ്കെച്ച് വെച്ചിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സർക്കിൾസിനൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. കവറിൻ്റെ ബാക്കും ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കവറാക്കി എടുക്കാൻ ഇതേപോലെ 3 സൈഡും ഒന്ന് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കവറിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഉള്ളിൽ ഉണ്ടാക്കാൻ ഞാൻ ഓൾറെഡി എൻ്റെ അടുത്തുള്ള 3 കവറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കവർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പേപ്പർ കൊണ്ട്. ഇനിയിപ്പോൾ ഒരു സ്ക്വിഷി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെ നമ്മൾ പേപ്പർ മടക്കിയിട്ട് 2 പിക്ചർ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ സെലോ ടാപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി കേട്ടോ. ടാപ്പ് ഒന്ന് അതിൻ്റെ ആ ഫിഗറിൻ്റെ മേലിൽ നിന്ന് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഞാൻ സാന്റാക്ലോസിനാട്ടോ വരച്ചെടുത്തത്. ഇനി ഇതേപോലെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഫിഗർ വരച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ സ്റ്റിക്കർ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നേരത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേനാ, അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇതേപോലെ ടാപ്പ് ഒന്ന് ബാക്കിലോട്ട് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ക്ലോസ് ആയി വരും കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ടാപ്പ് ബാക്കിലോട്ട് മടക്കി വെക്കണം. ഇനി ഇതേപോലെ നമ്മളൊരു ചെറിയ പോർഷന് വിടണം. ചെറിയൊരു പോർഷന് നമ്മൾ ടാപ്പ് ഒട്ടിക്കാണ്ട് വിടണം. ഇനി ആ വിട്ട ഭാഗത്ത് ഒന്ന് കോട്ടന് നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ക്വിഷി ആവാൻ ആ വിട്ട ഭാഗത്തൊന്ന് കോട്ടന് ഒന്ന് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുത്ത സ്ക്വിഷീൻ്റെ സൈസിനനുസരിച്ച് കോട്ടന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് എല്ലാം കോട്ടനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഫില്ല് ചെയ്ത ഈ ഒരു ഭാഗം ഒന്ന് സെലോ ടാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വിഷി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് സ്ക്വിഷി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാണ് നാളെ സ്ക്വിഷി എന്ന് പറയുന്നത്, അതിൽ വെക്കാനുള്ള. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ജിഞ്ചർ ബ്രെഡ് മാനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്ക്വിഷിയാണ് ഞാനിതിൽ വയ്ക്കുന്നത്. ഇനി വെക്കാനായിട്ട് ആ കവറിൽ ഞാൻ ഇതേപോലെ ഒന്ന് ഡിസൈൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാർക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കവർ പേജിൽ ഒന്ന് ക്വസ്റ്റ്യൻസ് മാർക്ക് ഒന്ന് ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുള്ളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് സ്ക്വിഷി വെക്കാം. അപ്പോൾ ഈ സാന്റാക്ലോസിൻ്റെയും ജിഞ്ചർ ബ്രെഡ് മാൻ്റെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ 2 സ്ക്വിഷീസ് ഒന്ന് ആ കവറിൽ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കവറിൽ എന്താ വെക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കവർ ഇതേപോലെ ഒന്ന് ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കവറിൽ വെക്കാനായിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത കവറിൽ അതേപോലത്തെ ചെയ്തെടുത്തിട്ട് ഒന്ന് അതിലോട്ട് വെച്ചെടുക്കണം. അടുത്ത കവറിൽ ഞാൻ കവർ പേജായിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ മാർക്കാട്ടോ ഇട്ടെടുത്തത്. ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു ബുക്ക് മാർക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലായിട്ട് ഈ 2 സാധനമാണ് നമ്മൾ ആ കവറിൻ്റെ സെക്കൻഡ് കവറിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ഇനി അതും ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കവർ കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം ഒന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കി ഒരു കവറിലോട്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം ഒന്ന് നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു ചെറിയ പേപ്പർ എടുത്ത് ഇതേപോലെ മടക്കി കൊടുക്കാം. ഇനി ഇതേപോലെ യു ഗോട്ട് എപ്പിക് എന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡ് ബാഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്ന